ഹലോ വ്യൂവേഴ്സ്, ഇന്നൊരല്പം മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കാം. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. എത്ര മനോഹരമായ വരികളാണല്ലേ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെട്ടെന്നുള്ള ഒരു അപകട മരണം മൂലം മരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടല്ല, വാർദ്ധക്യം മൂലം അല്ലെങ്കിൽ സീരിയസ് ആയൊരു അസുഖം വന്ന്, ക്യാൻസർ പോലുള്ള രോഗം വന്ന് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ 1-2 ദിവസങ്ങൾ ബാക്കിയുള്ള പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ അല്ലെങ്കിൽ അവരെ മക്കൾക്ക്, ഭാര്യമാർക്ക്, ഇവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജ്, ലങ് ക്യാൻസർ ആയിരുന്നു, 4th സ്റ്റേജിലാണ്. 1-2 ദിവസമേ അവർക്കുള്ളൂ എന്ന് ഡോക്ടേഴ്സിനെ അറിയാം. ഡോക്ടേഴ്സ് മക്കളെ ഇൻഫോം ചെയ്തതുമാണ്. പക്ഷെ എങ്കിലും ആ മക്കൾക്ക് തോന്നുകയാണ് ഒരു ദിവസം വെൻറ്റിലേറ്ററിലിട്ട എക്സ്ട്രാ ഞങ്ങളെ ഉപ്പാനെ കാണാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ആ മക്കൾ വെൻറ്റിലേറ്ററിലിടുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ICUയിൽ നിന്നുള്ള ഒരു മരണം. ഈ ICUയിലുള്ള മരണം ഇന്നത്തെ കാലത്ത് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒന്നല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ വെൻറ്റിലേറ്ററിലൊക്കെ ഇടുമ്പോൾ മണിക്കൂറിനാണ് ചാർജ്. അപ്പോൾ ഹോസ്പിറ്റലുകളുടെ ഒരു തന്ത്രമായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ഹോസ്പിറ്റലിൽ പലപ്പോഴും ചില ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പ്രഷർ ചെയ്യാറുണ്ട്. എങ്കിലും നമ്മുടെ ഇടയിൽ നല്ല ഡോക്ടേഴ്സുണ്ട്. ഡോക്ടേഴ്സ് പലരും പറയാറുണ്ട് എൻഡ് ഓഫ് ദി ലൈഫ് കെയർ നമ്മൾ വീട്ടിലിരിക്കുന്നതായിരിക്കും നന്നാവുക, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നും പറയാറുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ICUയിൽ നമുക്ക് ചുറ്റും പരിചയമുള്ള ഒരു മുഖം പോലും ഇല്ല. നഴ്സുമാർ, ഡോക്ടേഴ്സ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ലൈഫ് കിട്ടുമോ, ഞാൻ ഇനി എൻ്റെ മക്കളെ കാണുമോ, ഭാര്യയെ കാണുമോ, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട മറ്റുള്ളവരെ കാണാൻ പറ്റുമോ എന്നറിയാതെ അതിൻ്റെ ഉള്ളിൽ പേടിച്ചിട്ടുള്ളൊരു സമയമാണല്ലേ. അത് മാറിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മരിക്കുന്നതായിരിക്കുമോ അവർക്കിഷ്ടം, അതോ മക്കളുടെ കൂടെ വളരെ സന്തോഷത്തോടെ, വളരെ സമാധാനത്തോടെ, പീസ്ഫുള്ളായിട്ടുള്ള ഒരു മരണമായിരിക്കുമോ ഏതൊരു വ്യക്തി ആഗ്രഹിക്കുക? സമാധാനത്തിൽ ജീവിച്ച് സമാധാനത്തിൽ മരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അറ്റ്ലീസ്റ്റ് അവരുടെ എൻഡ് ഓഫ് ദി ലൈഫ് കെയർ അതെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊരു മനുഷ്യനോട് അവസാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയാണല്ലോ അല്ലേ. ചിലരെങ്കിലും ഇത് പറയാൻ പലർക്കും പറ്റില്ല. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പലർക്കും പല അഭിപ്രായമായിരിക്കും. ഒരു ഫാമിലിയിൽ തന്നെ ചിലർ പറയും നമുക്ക് ICUയിലാക്കാം, ചിലർ പറയും നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം, ചിലർ പറയും നമുക്ക് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. ഒന്നും ചെയ്യാനില്ല എന്നൊരു ഡോക്ടർ തീർത്ത് പറഞ്ഞാൽ കഴിയുന്നതും അവർക്ക് ചുറ്റും ഇരുന്ന് അവരെ സന്തോഷപ്പെടുത്തി പീസ്ഫുള്ളായുള്ള ഒരു മരണത്തിന് അവരുടെ കൂടെ നിൽക്കുക എന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ദയാഹമായിട്ടുള്ളൊരു കാര്യം. Thank you for watching this video. Please subscribe and support me.